2026 തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല നോക്കുന്നത്, ജനിച്ച മലയാള മാസവും കൂടി വെച്ചാണ് നോക്കുന്നത്. നക്ഷത്രം വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിൽ, മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം സൂര്യനെയും ചന്ദ്രനെയും എടുത്തുകൊണ്ടാണ് ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് ഫലം കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും. ഇനി ആർക്കെങ്കിലും മലയാള മാസം അറിയില്ലെങ്കിൽ, ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലത്ത് എടുത്തിട്ട് ജാനുവരി 10-ൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. ചിലവർക്ക് മാത്രം തെറ്റും. അതായത് ഒരു മാസത്തിൻ്റെ പകുതി കടുപ്പിച്ച് വരുന്നവർക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അവർ കമ്പ്യൂട്ടർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മലയാള മാസം കിട്ടും. ഇനി നമുക്ക് ഓരോ മാസത്തെ ഫലം നോക്കാം. ജാനുവരി മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല, ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ കാണും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ്. ഈ ദോഷം കൂടുതൽ കാണുക കർക്കിടകത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്ക് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ മോശമായി നിൽക്കുകയാണ്. എന്നാൽ ഇടവം, കന്നി, ധനു, മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മറ്റേത് ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഫെബ്രുവരി മാസവും പൊതുവെ മോശം തന്നെയാണ്. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് മോശമാണ്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ, എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. എന്നാൽ ഇടവത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. മാർച്ച് മാസം പൊതുവെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് കാണുന്നത്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഭാഗ്യതടസ്സം ഉണ്ടാക്കുന്നൊരു മാസമാണ്. എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഏപ്രിൽ മാസം പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, ആരോഗ്യപരമായിട്ടും എല്ലാം നല്ലതാണ്. എന്താ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെല്ലാം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിയിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാൻ പറ്റിയ ഒരു മാസം തന്നെയാണ് ആ മാസങ്ങളിൽ ജനിച്ചവർക്ക്. അത് സൂര്യൻ്റെ ഫലം കൊണ്ടാണ്. പക്ഷേ മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായി നിൽക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലാതൊരു മാസമാണ്. മെയ് മാസം പൊതുവെ ചിങ്ങം, കന്നി, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്.
ചിങ്ങം, കന്നി, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇനി ജൂൺ മാസം ഇടവം, കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം ഇടവം, കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ കാര്യം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെയെല്ലാം സൂക്ഷിക്കണം. ജൂലൈ മാസം ഇടവം, കന്നി, ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് മോശമല്ല. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ കാര്യമെല്ലാം കിട്ടും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായി അത്ര നല്ല മാസമല്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി ഓഗസ്റ്റ് മാസവും കന്നി, ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുമാതിരി പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. സെപ്റ്റംബർ മാസം പൊതുവെ ഇടവം, ധനു മാസക്കാർക്ക് കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹവും തൻ്റെയുടെ എല്ലാം കാണുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, കുടുംബപരമായ കാര്യങ്ങൾക്ക് എല്ലാം നല്ലതായിട്ടാണ് കാണുന്നത് ഇടവം, ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി എല്ലാം നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹം എല്ലാം കാണുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ അത്ര നല്ലൊരു മാസമൊന്നും അല്ല. ഒക്ടോബർ മാസം പൊതുവെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. സഹോദരാദികൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ഒരലസത അനുഭവപ്പെടാം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണം പോലെയുള്ളതിനെല്ലാം തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ കന്നിയിലോ ധനുമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. കാരണം സൂര്യനിൽ നിന്ന് വളരെ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. മറ്റേത് ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമായിട്ട് കാണേണ്ടതില്ല. നവംബർ മാസം അതുപോലെ തന്നെ മോശമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും. പൊതുവെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല.
സഹോദരാദികൾക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. എല്ലാ കാര്യത്തിനും ഒരു അലസത അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു മോശ സമയമായിട്ടാണ് നവംബർ മാസം കാണുന്നത്. എന്നാൽ ധനുവിലോ കുംഭമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രനിൽ നിന്നാണ് മോശമായി നിൽക്കുന്നത്. പക്ഷേ സൂര്യനിൽ നിന്നും വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമായിട്ട് കാണേണ്ടതില്ല. ഡിസംബർ മാസം ഇടവം, ചിങ്ങം, കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു മാസമാണ് ഇടവം, ചിങ്ങം, കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടാം. അതിനെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, തൊഴിൽപരമായിട്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ഒരു മാസമല്ല. അതേപോലെ സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല. ഒരലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ കാര്യത്തിലും ഒന്ന് ആക്റ്റീവായിട്ട് സ്വയം ഇറങ്ങിത്തിരിക്കണം, എങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. ഇതാണ് 2026 ഫലം തിരുവാതിര നക്ഷത്രക്കാർക്ക്.